പാണക്കാട് കുടുംബത്തിന്റെ ചില്ലയും കൊമ്പും വെട്ടാൻ ആരെയും അനുവദിക്കില്ല എന്ന പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശത്തിന് പരോക്ഷ മറുപടിയുമായി പാണക്കാട് മൊയ്ൻ അലി തങ്ങൾ. ആരും ഇവിടെ കൊമ്പും വെട്ടാനും ചില്ല വെട്ടാനും പോകുന്നില്ല. അതൊക്കെ ചിലരുടെ വെറും തോന്നലുകളാണ്. പ്രായമാകുന്നതിനനുസരിച്ച് കാഴ്ചകൾക്ക് മങ്ങൽ വരും. അതൊക്കെ ചികിത്സിച്ചാൽ മാറുമെന്നും മൊയ്ൻ അലി തങ്ങൾ പറയുന്നു. ഇവിടെ ആരും കൊമ്പിന്റെ ചില്ല വെട്ടാനും ആരും പോകുന്നില്ല. സൂര്യന്റെ വിഷയം ഇവിടെ ഇല്ല. മേഘങ്ങൾ വരുന്ന വിഷയമൊന്നുമില്ല. അതൊക്കെ ഒരു തോന്നലാണ്. പ്രായം ആകുന്നതിനനുസരിച്ച് നമുക്ക് മങ്ങലുകൾ വരും, കാഴ്ചയിലും. അപ്പോൾ അതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മാറും. അരുൺ അമർനാഥുണ്ട്. അരുൺ പരോക്ഷമായി തന്നെ മറുപടി നൽകിയാണ്. കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത്. തങ്ങൾ കുടുംബത്തിനെ വല്ലാതെ തങ്ങൾ കുടുംബത്തിനേറെ അക്രമങ്ങൾ ഉണ്ടാകുന്നു, അതിനെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന നിലയ്ക്കൊക്കെയായിരുന്നു കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചത്. ഇത് ഈ പ്രശ്നങ്ങളെ കൂടുതൽ രൂക്ഷമാക്കുകയാണോ മൊയ്ൻ അലി തങ്ങളുടെ പരോക്ഷമായിട്ടുള്ള മറുപടി? ദിനീഷ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഈ സമസ്തയുടെ ഉൾപ്പെടെ യുവജന പ്രസ്ഥാനങ്ങളുടെ ഉൾപ്പെടെ മതസംഘടനകളുടെ ഒക്കെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ഈ പാണക്കാട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയും പാണക്കാട് കുടുംബത്തിനെതിരെ വലിയ പ്രചരണം ഉണ്ടായിരുന്നു. ഇതിനുള്ള മറുപടി എന്നോണമായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രതികരണം. അത് MSFന്റെ പൈതൃകം എന്ന പരിപാടിയുടെ വേദിയിൽ വെച്ചായിരുന്നു ഇത്തരത്തിലൊരു പ്രസ്താവന കുഞ്ഞാലിക്കുട്ടി നടത്തിയത്. പാണക്കാട് കുടുംബത്തിന്റെ കൊമ്പും ജില്ലയും വെട്ടാമെന്ന് ആരും കരുതേണ്ട എന്ന തരത്തിലൊരു പ്രതികരണം പി.കെ. കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് പറഞ്ഞു വെക്കുന്നു. അത് വലിയ രീതിയിൽ ഈ പാണക്കാട് കുടുംബങ്ങൾക്ക്, പാണക്കാട് തറവാടിനെതിരെയും സംസ്ഥാന അധ്യക്ഷനെതിരെയും ഒക്കെ അത്തരത്തിലുള്ള ഒരു സൈബർ ആക്രമണം ഒക്കെ നടന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രതികരണം. അതിനുള്ള ഒരു മറുപടി കൂടിയായാണ് ഇപ്പോൾ ഹൈദരാലി തങ്ങളുടെ മകനും യൂത്ത് ലീഗിന്റെ ദേശീയ ഉപാധ്യക്ഷൻ കൂടിയായ മൊയ്ൻ അലി തങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ഇവിടെ ചില്ലയും കൊമ്പും വെട്ടാൻ ആരും പോകുന്നില്ലെന്നും അതൊക്കെ ചിലരുടെ വെറും തോന്നലുകളാണെന്നുമാണ് ഒരു മറുപടി. കുഞ്ഞാലിക്കുട്ടിക്ക് നേരിട്ടുള്ള ഒരു മറുപടിയായി തന്നെ നമുക്ക് ഈ പ്രസ്താവനയെ കാണേണ്ടി വരും. എന്തായാലും സമസ്തയുടെ വേദിയിൽ കൂടി വെച്ചായിരുന്നു ഈ മൊയ്ൻ അലി തങ്ങളുടെ ഈ ഒരു പ്രതികരണം എന്നതുകൂടെ, സംസ്ഥയുടെ ആദർശ സമ്മേളനത്തിന്റെ വേദിയിൽ വെച്ചുകൂടിയായിരുന്നു മൊയ്ൻ അലി തങ്ങളുടെ ഈ ഒരു പ്രതികരണം എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ സമദാനിയുടെ ഒരു പ്രസ്താവന കൂടി ഉണ്ടായിരുന്നു. അതിനുള്ള മറുപടി കൂടിയും ചന്ദ്രനോളം ഉയരത്തിലുള്ള പാണക്കാട് കുടുംബത്തെ ആർക്കും സ്പർശിക്കാനാവില്ലെന്നായിരുന്നു സമദാനി പറഞ്ഞത്. ഇവിടെ ആരും അത്ര ഉയരത്തിലൊന്നും അല്ലെന്നും കൂടി മൊയ്ൻ അലി തങ്ങൾ എന്തായാലും പറഞ്ഞോട്ട് വെക്കുന്നുണ്ട്. ലീഗ് ഈ സമീപകാലത്ത് ഒരു രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ മതസംഘടന, സമസ്ത പോലുള്ള സംഘടനയായുള്ള ഒരു ഭിന്നത, ഒപ്പം തന്നെ CPM-ൽ നിന്ന് ഉണ്ടാവുന്ന ഒരു അനുകൂല സമീപം, ഒരു തഴികൾ എന്നൊക്കെ തരത്തിലുള്ള ഒരു വിമർശനം ഉണ്ടാകുന്നു. അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രതിസന്ധി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലൊരു സാഹചര്യത്തിലൂടെ ലീഗ് കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനിടെയാണ് ഈ എന്തായാലും പരോക്ഷമായ വിമർശനമാണ്. ഇനി കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാതെ ഒരു സമവായത്തിന്റെ പാതയിലേക്ക് പോകാൻ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് കരുതുന്നു.